ഇനി ഇന്ത്യയുടെ അടുത്ത പരമ്പര ബംഗ്ലാദേശുമായിട്ടുള്ള T20 ആണ്. ടെസ്റ്റ് പരമ്പര ഇന്ത്യ നേടി. ഇനി അടുത്ത അംഗം T20 ആണ്. സീനിയർ താരങ്ങൾക്ക് ഇനി റെസ്റ്റാണ്. T20യിൽ മുഴുവനായിട്ടും യുവതാരങ്ങളാണ്. പ്രത്യേകിച്ച് സഞ്ജു ആണ് ഇന്ത്യയുടെ മെയിൻ കീപ്പർ. സഞ്ജു ഇപ്രാവശ്യം ഓപ്പണിംഗിലാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ T20യുടെ പ്ലേയിങ് 11 നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്യാപ്റ്റൻ സൂര്യയാണ്. അതുപോലെ ഹാർദിക് പാണ്ഡ്യയും ടീമിലുണ്ട്. ഇനി ബൗളിങ്ങിൽ സ്പെഷ്യലായിട്ടുള്ള താരമത് മായങ്ക് യാദവാണ്. കഴിഞ്ഞ IPLൽ ഏറ്റവും വേഗതയിൽ പന്തെറിഞ്ഞ താരമാണ് മായങ്ക് യാദവ്. ഒരു ഓവറിൽ തന്നെ തുടർച്ചയായി 155 മുകളിൽ മായങ്ക് യാദവ് പന്തെറിഞ്ഞിട്ടുണ്ട്. മായങ്കിന്റെ ബൗളിംഗ് കഴിഞ്ഞ IPLൽ വൈറലായിരുന്നു. ഇപ്പോഴത്തെ താരം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ബംഗ്ലാദേശ് T20യിൽ മായങ്ക് യാദവ് തകർക്കുമെന്നത് ഉറപ്പാണ്. ഇനി ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഇവരായിരിക്കും കളിക്കാൻ പോകുന്നത്. 3-ാം നമ്പറിൽ സൂര്യ ഉണ്ടായിരിക്കും. 4-ാം നമ്പറിൽ റിയാൻ പരാഗ് ആയിരിക്കും ബാറ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഫിനിഷറായിട്ട് റിങ്കു സിംഗ് ടീമിലുണ്ടായിരിക്കും. 5-ാം നമ്പറിൽ പാണ്ഡ്യ ബാറ്റ് ചെയ്യും. അതുപോലെ ബൗളിങ്ങിലും മാറ്റമുണ്ട്. വരുൺ ചക്രവർത്തിയെ ടീമിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. കുറെ കാലത്തിന് ശേഷമാണ് വരുൺ ചക്രവർത്തി ടീമിലേക്ക് എത്തുന്നത്. മൊത്തത്തിൽ ഇന്ത്യയുടെ T20 ടീമിൽ അടിപൊളി മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തവണ ഏറ്റവും ഗോൾ അടിച്ചത് സഞ്ജുവിനാണ്. എല്ലാ മാച്ചിലും പ്ലേയിങ് 11ൽ കളിക്കാൻ സാധിക്കും. ഋഷഭ് പന്ത് കീപ്പറായിട്ടില്ല. അതുകൊണ്ട് സഞ്ജുവാണ് മെയിൻ. ഓപ്പണിംഗിൽ അവസരം കിട്ടിയാൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. ദുലീപ് ട്രോഫിയിൽ തന്നെ സഞ്ജു സെഞ്ചുറി പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആഭ്യന്തര മത്സരങ്ങളിൽ ഇങ്ങനെ കളിക്കുന്ന താരത്തിന് T20യിൽ ഉറപ്പായിട്ടും അടിച്ചു തകർക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ T20ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. അഭിഷേക്, സഞ്ജു, സൂര്യ, റിയാൻ, പാണ്ഡ്യ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷദീപ് സിംഗ്, മായങ്ക് യാദവ്, രവി ബിഷ്ണോയ്, വരുൺ ചക്രവർത്തി. അപ്പോൾ നമുക്ക് സഞ്ജുവിന്റെ വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഒക്ടോബർ 6-നാണ് ആദ്യ T20. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.